പ്രേക്ഷക ഹൃദയങ്ങളിൽ ഒരു വികാരമായി പടർന്ന ഫ്ലവേഴ്സ് ഇനി മുതൽ പേ ചാനൽ. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക്. നെടുങ്കുത്ത് നിന്ന് വന്നിട്ടുള്ള ആശാ വർക്കേഴ്സിന് സ്വാഗതം കേട്ടോ. പരിപാടിയിൽ വന്ന് പങ്കെടുക്കുന്നതിൽ വളരെയധികം സന്തോഷം. നമുക്ക് നമ്മുടെ 3 കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. നമുക്കിന്ന് നമ്മുടെ കാര്യക്കാരായിട്ട് രമേഷ് പിഷാരടി, കലാഭവൻ പ്രജോദ്, ഷാജു ശ്രീധ. ലെറ്റ്സ് വെൽക്കം. ഇന്ന് കഥകളുടെ ഒരു ഭണ്ഡാരവുമായിട്ടാണ് ഇനി അടുത്തൊരാളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. മലയാളിക്ക് വളരെ പ്രിയപ്പെട്ട അദ്ദേഹം മിമിക്രിയിലുണ്ട്, സിനിമയിലുണ്ട്, ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസിലും ഒക്കെ വളരെ പ്രശസ്തനായ വ്യക്തിയാണ്. സ്നേഹപൂർവ്വം നല്ല കയ്യടിയോടെ സ്വാഗതം ചെയ്യാം രാജാ സാഹിബ്. അല്ല, എങ്ങനെയാണ് അപ്പൊ രാജാ സാഹിബ് എന്നുള്ള പേര്? ഏലിയാസ് രാജാ സാഹിബ് എന്ന്. ഷുഹൈബ് എന്നാണ് യഥാർത്ഥ പേര്. അപ്പൊ രാജാ സാഹിബ് എന്നുള്ള പേര് ഇപ്പോ രാജാന്റെ പെറ്റ് നെയിം ആണ്. പിന്നെ 2 പാസ്പോർട്ട് എങ്ങനെ വെച്ചിരിക്കുന്നത്? പത്തനംതിട്ട സാരംഗം എന്ന് പറയുന്ന ട്രൂപ്പിന്റെ ഇടയിൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ രാജേട്ടൻ പരിപാടിക്ക് വന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പരിപാടിക്ക് വന്നിട്ടില്ല. ഞാൻ അത്ഭുതം തോന്നും. 1 മാൻ ഷോ അല്ലെങ്കിൽ ഫിഗർ ഷോ. ഇന്ന് ഈ ഫിഗർ ഇത്രയും ഫിഗർ എന്ന് തന്നെ ഒരു പക്ഷേ മലയാളത്തിൽ ആദ്യമായിട്ട് ഈ ഫിഗർ ഷോ എന്ന് പറയുന്ന ഒരു പരിപാടി കൊണ്ടുവന്ന ആള് രാജചേട്ടനാണ് നമ്മൾ പറയേണ്ടി വരും. ഏറ്റവും വലിയ ഉദാഹരണമാണ് ജയൻ സാറിന്റെ കുറെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രം അല്ലെ അപരന്മാർ നഗരത്തിൽ കോട്ടയം നസീറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹീറോ ആയിട്ട്. അതില് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ മിമിക്രി ആർട്ടിസ്റ്റിന്റെ കഥയാണ്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അത് യാദൃച്ഛ്യമായിട്ടുണ്ടായ ഒരു എൻ്റെ അടുത്ത് നസീറിന്റെ ഒരു ദിവസം ഫുഡ് കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് ഭയങ്കര അന്ന് ട്രെയിനിൽ കയറിയിട്ട് ഫുഡൊന്നും കിട്ടാണ്ട് രാത്രിയായ യാത്ര. അപ്പോൾ ഞാൻ കുറേ ഫുഡ് കൊടുത്ത് വിട്ടു. നമ്മൾ ഡ്രൈവർ കൊണ്ട് കൊടുത്തിട്ട് പുള്ളി തിരിച്ചു വന്നപ്പോഴത്തേക്കും സമയം കിട്ടി. ഒരു 5 മിനിറ്റ് അവിടെ ഹോൾട്ടിംഗ് ഉണ്ടായിരുന്നു. ഞാനവിടെ ചെന്നപ്പം നസീർ എൻ്റെ അടുത്ത് ചോദിച്ചു, സിനിമയിലും എല്ലാം നീ ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ മലയാള സിനിമയിൽ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കോട്ടയം നസീറായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ ഈ ഒരു സംഭവം വരുന്നതും. പിന്നെ ഈ ജയൻ എന്നുള്ളൊരു സംഭവം നമ്മൾ ജയൻ്റെ കയ്യിൽ നിന്നൊക്കെ സമ്മാനം വാങ്ങിച്ചിട്ടുള്ളതാണ് ഫാൻസി ഡ്രസ്സിനൊക്കെ. അപ്പോൾ രായുടെ ഫ്രണ്ടാണ് അദ്ദേഹത്തിൻ്റെ അനിയൻ സോമൻ നായർ. അപ്പോൾ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. ഞാനും ഈ ജയൻ അനിയൻ്റെ മകൻ സോമൻ നായരുടെ മകൻ കണ്ണൻ നായിരുന്നു. സെയിം ക്ലാസ്സിലായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ഒരു റിലേഷൻ ആ ഫാമിലി ആയിട്ടുള്ളതുകൊണ്ട് പിന്നെ ജയൻ സിനിമകളൊക്കെ തടപറയൊക്കെ കണ്ട് തിയേറ്ററിൽ കിടന്ന് മാറുകയൊക്കെ ചെയ്യും ചെറുപ്പത്തിലല്ലേ. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ ഒരു സെക്ഷനിൽ വന്ന് വീണു. മാത്രമല്ല കുറെ ഫിഗറൊക്കെ രാജചേട്ടന് ചായ ഉള്ളത് ചെയ്യാൻ പറ്റും. നമുക്ക് ഇദ്ദേഹവുമായിട്ട് ചായ ഉണ്ട് എന്ന് പോലും തോന്നാത്ത ആൾക്കാരുടെ ഫിഗർ രാജചേട്ടൻ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ പേര് അന്ന് കാലത്ത്. ബിക്കോസ് ഐ എം ആൻ ആർട്ടിസ്റ്റ്. നമ്മൾ ചിത്രരചനയിലൂടെയാണ് ആദ്യം ഞാൻ ഈ കല ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഓരോ ഫിഗർ എടുത്ത് എങ്ങനെ കംപ്രസ് ചെയ്യണം, എങ്ങനെ എക്സാജറേറ്റ് ചെയ്യണം, ആ രീതിയിൽ നമ്മളുടെ ആ ലാലർ മെഹന്തി, ഹിമേർ രശ്മിയ, AR റഹ്മാൻ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഫിഗർ ചെയ്തുകൊണ്ട്. നമ്മൾ ഒരുമിച്ച് ചില ചാനലിലൊക്കെ നമ്മൾ പാടും ചെയ്യും. എത്രയോ പേരുടെ ശബ്ദത്തിൽ പാടും. ഉഷാദപ്പിന്റെ തന്നെ എനിക്ക് ആ ഫിഗർ ചെയ്യുന്ന ആദ്യമായിട്ട് രാജ ചെയ്യുന്നതിന് മുമ്പ് രാജയാണ് ആദ്യം ചെയ്യുന്നത്. പത്മജ ഇത്ര പിന്നെ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയും കൂടെ പറഞ്ഞായിരുന്നു. വേണുഗോപാൽ അത് അവിടെ അല്ലല്ല ഒരു സെക്കൻഡ് നിങ്ങളെ പോഴ്ത്താൻ ഇനിയില്ല. എല്ലാം പോഴ്ത്തി കഴിഞ്ഞിട്ട് ഒരു ഐറ്റം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പറഞ്ഞുകൂടാ. എല്ലാം കഴിഞ്ഞു. അല്ല, അത് പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ അറിയേണ്ടതുണ്ട്. നമ്മളോടൊപ്പം ഇന്നത്തെ കോമഡി ഉത്സവം, ഈ ഉത്സവത്തിന് മുഴുവനായിട്ടും കാര്യക്കാരനായിട്ടുണ്ടാവുക പിഷു, പ്രജോട്ടാ, ഷാജേട്ടാ, രാജചേട്ടനോ. ഇനി കോമഡി ഉത്സവത്തിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. വരുന്ന ആളിനെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. ഇന്ത്യയുടെ ഗണിത മാന്ത്രികൻ എന്ന് ദൃശ്യമാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ഒരു അത്ഭുത പ്രതിഭാസം വിവേക് രാജ്. ആലപ്പുഴ സ്വദേശിയായ ഇദ്ദേഹം 14 വർഷമായി ഗണിതശാസ്ത്രത്തിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന സ്കോട്ട് ഫ്ലാൻസ്ബർഗിനെ റോൾ മോഡലായി കാണുന്ന വിവേക് ഇതിനോടകം ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യൻ റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവയിൽ സ്വന്തം പേരെഴുതി ചേർത്തിട്ടുണ്ട്. 1,00,000 നമ്പറുകളുടെ ഗുണന പട്ടിക,
ഏറ്റവും വേഗത്തിൽ രണ്ട് രണ്ടക്ക സംഖ്യകളുടെ ഗുണനം, ഏറ്റവും വേഗത്തിൽ രണ്ടക്ക സംഖ്യകളുടെ സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട് തുടങ്ങിയവയൊക്കെ ഇദ്ദേഹത്തിന്റെ നേട്ടങ്ങളാണ്. പുതിയ റെക്കോർഡുകൾക്കായി തയ്യാറെടുക്കുന്ന വിവേക് രാജിന് കോമഡി ഉത്സവത്തിന്റെ സ്നേഹസ്വാഗതം. എന്തിലാണ് മാത്സിൽ ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വന്നത്? പ്രോഗ്രഷൻ ആണ്. ഓക്കെ, കൺസിക്യൂട്ടീവ് ആയിട്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്തും മൾട്ടിപ്ലൈ ചെയ്തും ചെയ്യാൻ പറ്റും. 2 നാഷണൽ റെക്കോർഡ്. എത്ര വരെ പോകും അപ്പോ? എത്ര? 8 ഡിജിറ്റ് വരെ. 8 ഡിജിറ്റ്സ് വരെ പോകും. വണ്ടർഫുൾ. നമുക്ക് വേണ്ടിയിട്ട് അപ്പം ഇന്ന് എന്താണ് ചെയ്യാൻ പോണേ? സാർ, ആദ്യം ചെയ്യാൻ പോകുന്നത് ഗുണന പട്ടികയാണ് ചെയ്യുന്നത്. ഗുണന പട്ടിക എന്ന് പറയുമ്പോഴേക്കും ആദ്യം ഞാനൊരു 3 അക്ക സംഖ്യയുടെ ഗുണന പട്ടിക ചെയ്യും, പിന്നെ ഒരു 4 അക്ക സംഖ്യയുടെയും ചെയ്യും. സാറിൻ്റെ കയ്യിൽ ലാപ്പ് ഇപ്പോൾ തരും. അപ്പോൾ ലാപ്പിൽ അത് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് ഞാനൊരു നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ആ നോട്ട്ബുക്കും തരും. അപ്പോൾ സാർ ആദ്യം ഒരു 3 ഡിജിറ്റ് നമ്പർ പറയുക, ആ നമ്പർ ടൈപ്പ് ചെയ്യുക, അതിനുശേഷം പ്ലസ് ടൈപ്പ് ചെയ്യുക, പിന്നെ എൻ്റർ ടൈപ്പ് ചെയ്യുക. 1 തൊട്ട് 10 വരെ മിഥുൻ ചേട്ടൻ ഒന്ന് എണ്ണണം, കൗണ്ട് ചെയ്യണം. അപ്പം 1 എന്ന് പറയുമ്പോഴേക്കും ഇൻറ്റു 360 ആണെങ്കിൽ 360 × 1, 360 × 2, ഇൻറ്റു 10 വരെയുള്ള പറയും. അതാണ് ആദ്യം ചെയ്യുന്നത്. രണ്ടാമത്തെ ചെയ്തെന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അതായത് 47 × 29, 98 × 45 അങ്ങനെയുള്ള നമ്പേഴ്സ്. അതിപ്പോൾ ഓരോ ജഡ്ജസും മാറി മാറി ഓരോ കാൽക്കുലേഷൻസ് ചോദിക്കുക. അപ്പോൾ ഇദ്ദേഹം ആദ്യം പോകാൻ പോകുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. അപ്പം നമുക്ക് ഏതുവരെ അറിയാം? നമുക്ക് മാക്സിമം 2 ഡിജിറ്റിൽ എത്ര വരെ അറിയാം? ഷാജേട്ടാ, 12ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമോ? അപ്പൊ എന്തായാലും ഇദ്ദേഹം ചെയ്യാൻ പോകുന്നത് 3 ഡിജിറ്റ് നമ്പറാണ്. അതിന്റെ ഗുണനമാണ് പറയാൻ പോകുന്നത് മെന്റൽ മാക്സിൽ. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ഒരു രീതിയിലും പൊല്യൂഷൻ ഇല്ലാണ്ടിരിക്കാനായിട്ട്, കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാനായിട്ട് ഷാജേട്ടാ ഒരു നമ്പർ 1 നും 10 നും ഇടയിലുള്ള ഒരു നമ്പർ പറഞ്ഞേ. 6. പ്രചോട്ടം പറഞ്ഞേ ഒരു നമ്പർ. 7. 3. 6, 7, 3. 673. അതാണ് നമ്മുടെ 3 ഡിജിറ്റ് നമ്പർ. അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് പറയേണ്ടത്. 673 × 1 673. ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. നമുക്കത് അതൊന്ന് സ്ക്രീനിൽ കിട്ടുമോ ഇവിടെ? വണ്ടർഫുൾ. ഓക്കെ, 673. 673 × 2 1346. 673 × 3 2019. 673 × 4 2692. 673 × 5 3365. 673 × 6 4038. 673 × 7 4711. 673 × 8 5384. 673 × 9 6057. 673 × 10 6730. Wonderful! All right. ഒറ്റ തവണയും കൂടി ഒന്ന് പറയല്ലേ അല്ലേ? വേറൊരു നമ്പർ എടുക്കാം. ഒരു നമ്പർ ദാ ഇവിടെ നിന്ന് പറയൂ. ചേച്ചി പറയൂ നമ്പർ. 5. ഓക്കെ, ചേച്ചി പറയൂ നമ്പർ പറയൂ. വേറൊരു നമ്പർ പറയൂ. 1 നും 8 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ കാണിക്കുന്നത്? 5 3 കാണിക്കണ്ടേ? 8. ഓക്കെ, ഇനി ചേട്ടൻ പറയട്ടോ ഒരു നമ്പർ. ചേച്ചി പറഞ്ഞു 3 അല്ലേ? 3. 5, 8, 3. 583. ഓക്കെ, 583ന്റെ ബിഷു റെഡിയാണോ? റെഡിയാണ്. 583. ഓക്കെ, 583 × 2 1166. 583 × 3 1749. 583 × 4 2332. 583 × 5 2915. 583 × 6 3498. 583 × 7 4081. 583 × 8 4664. 583 × 9 5247. 583 × 10. 5830. എങ്ങനെയുണ്ട്? നീ അങ്ങനെ ഉണ്ടെന്ന് ചോദിക്കട്ടെ, നീയാ പഠിപ്പിച്ചതെന്ന്. പുള്ളി പാലക്ക് പുള്ളി അത്ഭുതമാണ്. പ്രതിഭയാണ്, പ്രതിഭാസമാണ്, അത്ഭുതമാണ്. അതെ. അടുത്തത് എന്താണ്? അടുത്ത നമുക്ക് 2 രണ്ടക്ക സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് 2 ഇതെടുക്കാം. മോനെ 1 നും 10 നും ഇടയ്ക്കുള്ള ഒരു നമ്പർ കൈ കൊണ്ട് പൊക്കി കാണിച്ചേ. 9. ഓക്കെ, 9. ചേച്ചി ഒന്ന് കാണിച്ചേ വേറെ നമ്പർ. 8. 98. ഓക്കെ, ചേട്ടാ കാണിക്കൂ. ചേട്ടാ ഒരു നമ്പർ കാണിക്കൂ 1 നും 10 നും ഇടയിൽ. 4. ഓക്കെ, ചേട്ടന്റെ 4. 98 × 44 4312. സമയം കൊടുക്ക് ബിഷുവിനെ ടൈപ്പ് ചെയ്യാൻ. 98 × 44. ഓക്കെ, രാജേട്ടാ ഒരു 2 ഡിജിറ്റ് നമ്പർ പറയും. 22. എളുപ്പമായി പോയി. 22. പറഞ്ഞോട്ടാ ഒരു 68. 68 × 22 പറയും. 1496. വേറെ നമ്പർ ചെയ്യാം. ഷാജേട്ടാ ഒരു 2 ഡിജിറ്റ് നമ്പർ. 93. പറഞ്ഞോട്ടാ 84.
93 into 84. 7812. Wow! ഇത് കമ്പ്യൂട്ടർ പുത്രനാന്ന് തോന്നുന്നു. അപ്പൊ കാൽക്കുലേറ്റ് അങ്ങനത്തെ ഏത് 2 digit നമ്പറും പിടിക്കും അല്ലേ? 44 into 60 ചുമ്മാ എളുപ്പമുള്ളത്. 2640. ഈ സാധാരണ ഗതിയില് നമ്മൾ കണക്ക് കൂട്ടുമ്പോ ടെൻഷനും കാൽക്കുലേറ്റർ കൂട്ടുമ്പോ ഫ്രീയും ആണ്. ഞാൻ ആദ്യമായിട്ടാ കാൽക്കുലേറ്റർ കൂട്ടുമ്പോ ടെൻഷൻ അടിച്ചേക്കണേ. ഇനി അപ്പൊ പ്രോഗ്രഷനിലോട്ട് പോകാം അല്ലേ? ഇനി അടുത്തത് പ്രോഗ്രഷനിലോട്ട് പോകാം. പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പർ തന്നെ ആഡ് ചെയ്ത് എത്ര വരെ പോകും എന്നുള്ളതാണ്. അപ്പൊ ഇതിന് 2 digit ആണോ 4 digit ആണോ വേണ്ടത്? എങ്ങനെ 2 digit നമ്പർ എങ്ങനെ എത്ര വരെ പോകും എന്നുള്ളത് അല്ലേ? അല്ല, അത് ആഡ് ചെയ്യണോ മൾട്ടിപ്പിക്കൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യും. പ്ലസ് ചെയ്യും. ഷാജി ചേട്ടാ ഒരു നമ്പർ പറയും. 84. 84. 84. 168. 336. 672. 1344. 2688. 5376. 10752. 21504. 43008. 86016. 172032. 344064. 68812. 1376256. സൂപ്പർ. വേറൊരു നമ്പർ പരീക്ഷിക്കാം. ഷാജി ചേട്ടാ പറ നമ്പർ പറ. 99. ഓക്കെ, ഞാൻ എളുപ്പമായിരിക്കും 99. കുറച്ചുകൂടി കുറച്ചുകൂടെ പാടുള്ള ഹാർഡാക്കാം. 99 മൾട്ടിപ്ലൈ ചെയ്യാം. ഡിഫറെന്റ് ആയിട്ട്. അതെ, അപ്പൊ 99 ഇൻറ്റു ഈക്വൽസ് ഇൻറ്റു എൻറ്റർ. ആ ഓക്കെ. 99 into 99 is equal to 9801. ഓ 970299. 96059601. 9509900499. 941480149401. 93206534790699. 9227446944279201. 913517247483640899. 9043820758880088044099. 8953382542587164451099. 8687458127689783079736908601. 8600583546412895364141939519519499. 8514577710 94875 6396 4501 450144 ഒരു സെക്കൻഡ് പിഷുവിന് തെറ്റി. അല്ല ഞാൻ എൻട്രടിക്കുന്നത് ഇപ്പൊ പുള്ളി പറഞ്ഞത് ഇത് തന്നെയാണ്. കറക്റ്റ് ആണ്. ഞാനൊന്ന് ഇത് ആസ്വദിച്ചിരുന്നു പോയി എന്നുള്ളതേ ഉള്ളൂ. ഒരു സെക്കൻഡ്. കറക്റ്റ് ആണ്. ഇത് എത്ര തന്നെയാണ്. അക്കം ഉണ്ടെന്ന് എനിക്ക് 32. 32 അക്കങ്ങളുണ്ട്. 32. ഇനി ഞെട്ടിക്കുന്ന സത്യങ്ങൾ വേറെ ഉണ്ടോ? ഞാനിത് എൻ്റെ റെക്കോർഡ് അറ്റംപ്റ്റ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടൊന്ന് ചെയ്ത് കാണിച്ചുതരാം. കണ്ടിന്യൂസ് അഡീഷൻ തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട്. ഏത് നമ്പർ വേണം? 2 digit നമ്പർ. 2 digit നമ്പർ ഏതാണ്? ഏതെങ്കിലും ഒരു റെക്കോർഡ് അറ്റംപ്റ്റ് പോലെയാണ്. അതായത് പുള്ളി ലിംകയിൽ കയറിയത് ഇത് വെച്ചിട്ടാണ് അല്ലേ? അപ്പൊ 2 digit നമ്പർ ഏറ്റവും ഫാസ്റ്റ് അഡീഷൻ. അതെ. അപ്പൊ നമുക്ക് ഒരു നമ്പർ പ്രചോട്ടാ. ഒരു നമ്പർ 2 digit. 2 digit. 42. Let's start. 8416333671344267853671234406463234406468860128137625625212 275252. ഞാൻ ഒരെണ്ണം കൂടെ അടിച്ചോണ്ടാ. അതിന് തൊട്ട് മുമ്പ് അത് തന്നെയായിരുന്നു. ഏതെക്കാളും ടെൻഷൻ അവിടെ പിഷുവിലാണ്. വിഷുവിന് കിട്ടുന്നില്ല. ഈ സ്പീഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടിക്കാൻ പറ്റുന്നില്ല ആ സ്പീഡിൽ അല്ലേ? ആസ്വദിച്ച് ഞാൻ കൈ അടിക്കോ എൻട്ര അടിക്കോ കൈ അടിക്കോ എൻട്ര അടിക്കോ ഇവിടെ തിരുവാതിര പോലെ സംഭവം പോണത്. വിവേകിനെ എല്ലാരും സ്നേഹത്തോടെ ഇതൊരു ജീനിയസ് ആണ്. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കൈ അടിക്കാം അല്ലേ? താങ്ക് യു. നേരിട്ട് അനുഭവമുള്ള പിഷാരടി പറയട്ടെ. ഇതൊക്കെ ഇനി നമ്മൾ ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ മനസ്സിൽ വിചാരിച്ചതിൻ്റെയും അത്ഭുതപ്പെട്ടതിൻ്റെയും ഒക്കെ മുകളിൽ നമ്മൾ വാക്കുകളാൽ അതൊക്കെ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്ഭുതമാണ്. ഒരു മനുഷ്യനെ കൊണ്ട് മനുഷ്യൻ പലപ്പോഴും നമ്മൾ നിസ്സാരനാണ്, മനുഷ്യനെ കൊണ്ട് പലതും പറ്റില്ലെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മളിവിടെയുള്ള കോടിക്കണക്കിനായ 750 കോടി ആളുകളുണ്ട് ഈ ഭൂമിയിൽ. അതിൽ വിരലിലെണ്ണാവുന്ന ആളുകളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരാളാണ് നിങ്ങൾ എന്നുള്ളത് പറയാം. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് നേരിട്ട് കാണാനും പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ പ്രകടനം ആസ്വദിക്കാനും പറ്റിയതിൽ ഒരുപാട് സന്തോഷം, അഭിനന്ദനങ്ങൾ. 1000-ൽ ഒരുവൻ വളരെ വിശേഷിക്കപ്പെടാവുന്ന രീതിയിൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കിപ്പോൾ ഈ പുള്ളിയുടെ നാട്ടിലൊന്നും ശരിക്കും കാൽക്കുലേറ്റർ വേണ്ടി വരത്തില്ല. പുള്ളിയായിരിക്കും കാൽക്കുലേറ്ററായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്തായാലും അത്രയും അത്ഭുത സിദ്ധികളുള്ള നിങ്ങൾക്ക് വിവേകേ,
എൻ്റെ മകൻ ഞങ്ങളുടെ കണക്കുകൂട്ടിൽ തെറ്റിച്ചിട്ടില്ല എന്ന് ഒരേ സ്വരത്തോടെ മാതാവും പിതാവും പറയുന്ന ലോകത്തിലെ ആദ്യത്തെ വ്യക്തി വിവേക്. കാരണം എപ്പോഴും പരാതി മാതാപിതാക്കൾക്ക് ചില മക്കൾ ഒന്ന് റൂട്ടൊക്കെ മാറി പോകുമ്പോൾ ഞങ്ങളുടെ കണക്കുകളിൽ തെറ്റിച്ചു എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ അതിലിവർ എടുത്തു പറയേണ്ട ഒരു കാര്യം, വിവേക് ഇപ്പോൾ ഒരു ജനറേഷൻ കൂടുതലും ഇപ്പം നമ്മൾ ടിക്ടോക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസ്സിന് പോകുന്ന ആൾക്കാരുണ്ട്, പിള്ളേർ പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ക്ലാസ് പലയിടത്തും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജഡ്ജ് ചെയ്ത് പിള്ളേർക്ക് ഇപ്പോൾ ഒരു ഹോബിയാണ്. ഇപ്പം നമ്മളൊക്കെ ഏതെങ്കിലും ബന്ധു വീട്ടിൽ പോകുമ്പോൾ പേടിയാണ്, മറിഞ്ഞിരുന്ന് നിൽക്കുക. കാര്യം ഇവൻ വന്നു കഴിഞ്ഞാൽ 8+8 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു പേടിയാണ് അങ്ങോട്ട് അടുക്കാൻ. കാര്യം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെയാണ്. അപ്പം നിങ്ങളൊക്കെ കോമ്പറ്റീഷത്തിൽ വരുമ്പം ഇതിനപ്പുറത്തേക്ക്, അതായത് ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വിവേകിനെ ഇപ്പോൾ അടുത്തൊരു ഫംഗ്ഷന് വിളിക്കുകയാണ് ഇങ്ങനെ ക്ലാസ് എടുക്കാനൊക്കെ. ഇപ്പോൾ ഇനി ഒരുപാട് പേര് വിളിക്കും, ഒരുപാട് ക്ലാസ്സൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അതുവഴി പുതിയൊരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ ഒരു മെസ്സേജാണ് ഇപ്പോൾ കൊടുത്തത്. കാര്യം വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും ഇങ്ങനെയുള്ള കുറേ അറിവുകൾ കിട്ടിയെന്നുള്ള നമ്മൾ അന്തിച്ചു പോയില്ലേ, എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണെന്നുള്ള കാര്യം. പക്ഷേ ഇവിടെ നമുക്ക് ആ സ്പീഡിൽ പോലും എത്താൻ പറ്റിയിട്ടില്ലെന്നുള്ളതാണ്. അപ്പോൾ കഴിവതും ഇനി ഇങ്ങനെയുള്ള വേദികളിലൊക്കെ ചെന്ന് ഒരുപാട് ക്ലാസ് എടുക്കുക. അങ്ങനെ ഒരുപാട് ഈ പറയുന്ന പോലെ വേദികൾ കിട്ടട്ടെ. ഞാൻ വേദികൾ കിട്ടുക എന്ന് പറഞ്ഞ പ്രോഗ്രാമിനല്ല ഞാൻ പറഞ്ഞ്, ഇങ്ങനൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. ഓപ്പർച്യൂണിറ്റി അല്ലേ ഷാജിടാ? പഠിക്കുന്ന കാലത്ത് 2 ഡിജിറ്റിന്റെ മാർക്ക് കിട്ടാൻ വേണ്ടി പെടുന്ന പാട് നമുക്കറിയാം. ഇപ്പോഴും 8 വയസ്സുള്ള മകള് മാത്സിന്റെ പുസ്തകം എടുത്തോണ്ട് കഴിഞ്ഞാൽ മെല്ലെ വണ്ടിയെടുത്ത് സ്ഥലം വിടും. നമുക്ക് ഇത്രയും സ്പീഡായിട്ട് ഇതൊരു ഭയങ്കര ആയിരങ്ങളിലോ ലക്ഷങ്ങളിലോ അല്ല, കോടികളിൽ ഒരു പീസേ ഉണ്ടാവുള്ളൂ. ഭയങ്കര സംഭവമാണ്. കാരണം ഒരിക്കലും അത് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കാര്യം. ഒരുപാട് നിങ്ങളുടെ ശ്രമത്തിൻ്റെയും നിങ്ങളുടെ എഫേർട്ടിൻ്റെയും നിങ്ങളുടെ ബുദ്ധിയുടെയും എല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു അനുഗ്രഹമാണത്. ഓൾ ദി ബെസ്റ്റ്. മാത്സ് ഒക്കെ ചെയ്ത് തല പുകഞ്ഞിരിക്കുന്ന സമയത്തെ സ്വസ്ഥമായിട്ട് പോയി വണ്ടർലേ പോയി അടിച്ചു വിളിക്കും കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ലൊരു കാര്യം ചെയ്തു. താങ്ക് യു. ഇനി വരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സ്കൂളാണ്. ഫാദർ അഗസ്റ്റീനോ വിച്ചീനീസ് സ്പെഷ്യൽ സ്കൂളാണ്. സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ ഒരുക്കുന്ന പെർഫോമൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് അവരെ എല്ലാവരെയും ഇങ്ങോട്ട് ആദ്യം സ്വാഗതം ചെയ്യാം. അപ്പൊ എന്താണ് നമ്മുടെ സ്കൂളിന്റെ പ്രത്യേകത? എന്താണ് അഗസ്റ്റീനോ വിച്ചീനി? അദ്ദേഹം ആരാണ്? അതായത് ഫാദർ അഗസ്റ്റീനോ വിച്ചിനി സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത് ബധിരരായ വിദ്യാർത്ഥികൾക്ക് ആംഗ്യ ഭാഷയില്ലാതെ സംസാര ശൈലിയിലൂടെ അവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഒരു കൊച്ചിയിലെ ഏക ബധിര വിദ്യാലയമാണ്. ഫാദർ ഇതല്ല ആക്ഷൻ ഇല്ലാതെ സംസാരത്തിലൂടെ മാത്രം, സ്പോക്കൺ ലാംഗ്വേജിലൂടെ തന്നെ. അപ്പൊ ലിപ് റീഡിംഗ് ആണോ? റീഡിങ് നോക്കിക്കൊണ്ടാണ് അവര് സംസാരിക്കുന്നത്. അപ്പൊ സമൂഹവുമായിട്ട് സ്കൂൾ ഓഫ് തോട്ട് അതാണല്ലേ ഫാദർ അഗസ്റ്റൻ എന്ന് പറയുന്നത്. ഞങ്ങളുടെ സ്കൂളിന്റെ കോൺഗ്രിഗേഷൻ ഡോട്ടേഴ്സ് ഓഫ് നസ്രത്ത് എന്ന സന്യാസഭയുടെ കീഴിലുള്ള സ്കൂളാണ് ഫാദർ അഗസ്റ്റൻ മീറ്റിംഗ്. അപ്പൊ ഇതിന്റെ ഞങ്ങളുടെ സന്യാസഭയുടെ സ്ഥാപകനാണ് ഫാദർ അഗസ്റ്റൻ. അപ്പൊ ആ സ്ഥാപകന്റെ പേരിലാണ് ഞങ്ങൾ ഈ സ്കൂൾ സ്ഥാപിച്ചത്. വണ്ടർഫുൾ. അപ്പൊ ഇന്ന് ഇവർക്ക് ഡാൻസ് പറഞ്ഞു കൊടുത്തേക്കുന്നതും അങ്ങനെയാണ് അല്ലേ? ആ രീതിയിൽ തന്നെ. ആക്ഷൻസ് അല്ല. അല്ല. ഓക്കെ, അവരുടെ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് ചെയ്തേക്കുന്നത്. അത് സാധാരണ ഒരു ഡാൻസ് എന്ന് പറയുന്നത് ഒരു മാഷ് ഒരു 3 മാസം കൊണ്ടാ അല്ല 1 മാസം കൊണ്ടാ പഠിപ്പിച്ചിട്ട് അങ്ങോട്ട് പോകും. ഞാൻ അങ്ങനെയല്ല, 23 വർഷം ഇവരുടെ കൂടെ തന്നെ, ഇവർക്ക് വേണ്ടി മാത്രം ജീവിതം. വെരി ഗുഡ് സർ, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് മാറാം, ഇവരുടെ പെർഫോമൻസ് കാണാം. അപ്പോൾ സാർ അവിടെ നിന്നായിരിക്കും അല്ലേ അവർ ഗൈഡ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ മാഡം, നമുക്ക് അവിടോട്ട് ഇരിക്കാം, അവിടോട്ട് പോകാം. വരും. जननी जगत्कारिणी जय दयादिपराशक्ति अम्मे जगत्पालिनी जय दयादिपराशक्ति अम्मे जगत्पालिनी अम्मा प्रणदी प्रणदी प्रणदी
വർണ്ണ നടന മനോഹര നൃത്തചാരുതയിൽ ദേവി നിൻപുകൾ പാടാം ജഗപാദേ സപ്തഗുണപ്രദായിനി സപ്തമാദേ గరిద 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 పమగ 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 గగ మమ దద నిరిద సా 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 నిద బద రి 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 గ గ గ గ గ గ దది సని దబ మగ గరిద 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 పమగ 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 నిద నిద సా సా స గ గ గ గ సా సా స గ గ గ మ మ మ ప ప మ మ నిద 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 పరిద గ మ మ నిద 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 పరిద గ మ మ నిద గ सृष्टिस्थितिलय संहारे शक्ति दुर्गे जगन्माते ऐहिनि नन्दिनि नन्दित मेदिनि विश्व विनोदिनि नन्दनुदे जय जय हे महिषासुरमर्दिनि रण्यकवर्दिनि शैलसुते चतुर्मुख विष्णु ओंकारे चतुर्मुख विष्णु ओंकारे नी सप्तगुण सम्मोहिनी स्वर्णवर्ण चतुर्भक्ते विडर्न नयने अभयं वरदायकम् अरयन्न मन्दगमने ब्रह्मी ब्रह्मा शक्ति ആദിപരാശക്തി സപ്തമാതേ അഷ്ടദിക്കിലും അസുരമർദ്ദിനി ചണ്ഡമുണ്ട നിശുംഭ നിഗ്രഹി അന്ധകാസുര ശക്തിയാൽ മഹാദേവൻ മഹാരുദ്രൻ അന്ധകാസുര നിഗ്രഹവേളയിൽ കാലഭൈരവനായി സപ്തമാതാക്കള ഒഴിയും നിണമേന്തി നിഗ്രഹിച്ച ശംഭോ ഹര ഹര മഹാദേവ ജയ ജനനീ ജഗന്മാതോ അമ്മേ അംബികേ സപ്തമാതാ ജയ ജനനീ ജഗന്മാതോ അമ്മേ അംബികേ സപ്തമാതാ
ഈ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്ട്രോർഡിനറി, ഔട്ട് ഓഫ് ദ വേൾഡ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഈ ടീച്ചിങ് മെത്തേഡ് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളതാണ് ഇപ്പം കാണിച്ചത് ഈ ഒരു പെർഫോമൻസിലൂടെ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ പറഞ്ഞ ഒരു സയൻസും തെറ്റല്ല, പക്ഷേ സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ ഈ മെത്തേഡിലാണെങ്കിൽ എത്രത്തോളം കുട്ടികൾ മിങ്കിൾഡ് ആയിരിക്കും സൊസൈറ്റിയിൽ എന്നുള്ളത് കാണിച്ചു തരാണ് മാഷ് ദാ ഈ ഒരു ട്രെയിനിങ്ങിലൂടെ കാണിച്ചത്. ഹാറ്റ്സ് ഓഫ് യു. വിഷു, ഞാൻ പറയുന്നത് ഈ പെർഫോം ചെയ്ത കുട്ടികളാരും കേൾക്കുന്നില്ല. ഇല്ല, കേൾക്കുന്നില്ല. അവരാരും പിഷാരടി പറയുന്നത് ചുണ്ടനക്കം കൊണ്ട് മനസ്സിലാക്കാം. അവരാരും ഇത് കേൾക്കുന്നില്ല. ചാനലൊക്കെ മാറ്റി പകുതിക്കിൽ നിന്ന് കയറി വന്നവരറിയാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. ഇവിടെ കഴിഞ്ഞ ഡാൻസ് അത്രയും അവർ കളിച്ചത് ഈ പാട്ടിന്റെ ഒരു വരി പോലും കേൾക്കാതെയാണ് ഇത്രയും സ്റ്റെപ്പുകൾ ഓർത്ത് വെച്ച് ഇത് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു നൃത്തം അവതരിപ്പിക്കുമ്പോൾ ഇവരിപ്പോൾ അവതരിപ്പിച്ചതിൻ്റെ ഒരു 4/1 പെർഫെക്ഷൻ ഉണ്ടെങ്കിലും 4/1 മാത്രം ദൈർഘ്യമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഇതേ കൈയടി കിട്ടും. അതെ, കാരണം ഇവർക്ക് ഈ പാട്ട് കേൾക്കുന്നില്ല എന്നുള്ള ബോധ്യം സാധാരണക്കാരായ പ്രേക്ഷകരായ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വിചാരിക്കും. എന്നാൽ ആ ഒരു പരിഗണന ലവലേശം പോലും വേണ്ട എന്നുള്ള രീതിയിലാണ് ഇത്രയും നീളമുള്ള ഇത്രയും ഗംഭീരമായൊരു കമ്പോസിഷൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി ഇവരെല്ലാം ഇതൊക്കെ പറയാനുള്ളത് ഞാൻ സുദീർഘമായി പറഞ്ഞ് അത് മുഴുവൻ തരുന്നില്ല. ഒരു വരി കൂടെ പറയാം. മാഷുടെയും സിസ്റ്റർമാരുടെയൊക്കെ ഒരു അധ്വാനം. ഇവരിത് ചെയ്യുന്നു, ഇവർ കേൾക്കുന്നില്ല, അവരുടെ എല്ലാ കണ്ണുകളും മാഷിലേക്കാണ്. ഞാൻ മാഷ് ഇവിടെ തൊട്ടടുത്ത് നിന്നാണ് പെർഫോം ചെയ്യുന്നത്. മാഷ് നമുക്കാർക്കും മനസ്സിലാകാത്ത ഒരു ഭാഷയിൽ ഈ പാട്ടിനെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാഷ് ഭാഗങ്ങളിലൂടെ എല്ലാം മാഷ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 23 വർഷമായി മാഷ് ഇതിനു വേണ്ടി നിൽക്കുന്നതെന്ന് പറയുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തും ആളുകൾ എവിടെ ബോംബ് വെക്കണമെന്നും എങ്ങനെ കൊല്ലണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലത്താണ് നിങ്ങളെപ്പോലുള്ള ഈ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും മാത്രം വിരളമായിക്കൊണ്ടിരിക്കുന്ന നല്ല മനുഷ്യർ, നല്ല കലാകാരന്മാർ ഇതിനുവേണ്ടി സമയമല്ല ഇതിനുവേണ്ടി ജീവിതം മാറ്റിവെക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇവരെ ഈ ഡാൻസ് പഠിപ്പിക്കാൻ എത്ര നാളെടുത്തു? നാളല്ല, ഞാൻ പറഞ്ഞില്ലേ ചെറുപ്പം മുതലേ തന്നെ ഇവരെ ട്രെയിൻ ചെയ്യാണ്. അപ്പോൾ ഓരോ കാര്യവും അതായത് 21 തരം ടെക്നിക്കുകളാണ്. അതായത് മെഡിറ്റേഷൻ, യോഗ, സ്പോർട്സ് എക്സസൈസ്, ഡാൻസ് എക്സസൈസ്, ഫിസിക്കലായിട്ടുള്ള മറ്റുള്ള എല്ലാം വിഷ്വലും ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ഇതൊക്കെ ചെയ്യാൻ നേരത്ത് ഓരോ സ്റ്റെപ്സുകളും അതിന് താളങ്ങളാക്കി അവരുടെ അതും ഓരോരുത്തർക്കും ഡിഫറൻസ് സാധനങ്ങളാണ്. ഇതിൻ്റെ അകത്ത് ഷോർട്ട് മെമ്മറി ആയ ആൾക്കാരുണ്ട്, പെട്ടെന്ന് മറന്നു പോരി. അപ്പോൾ അത് ഇങ്ങനെ ഡെവലപ്പ് ആകും. പിന്നെ സിസ്റ്റേഴ്സ് എല്ലാവരും എല്ലാ അധ്യാപകരും സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പം ഞാനിവിടെ ഒരു ഡാൻസ് ഇങ്ങനെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും വന്ന് നിൽക്കും, എന്നിട്ട് പറയും ഇന്ന ആളിച്ചിരി ശ്രദ്ധക്കുറവ്, അപ്പോൾ അയാളെ പിടിച്ച് ഫ്രണ്ട് ചെയ്യും. പഠിക്കാത്ത അവരുടെ ഫ്രണ്ടിലാണ് ഞാൻ, നമ്മൾ പഠിക്കാത്ത. അല്ല ഏട്ടാ, അതായത് ഇത് എവിടെ കൊണ്ടാ ഇതിൻ്റെയൊക്കെ പ്രസിദ്ധി അറിയാമോ? ഇതൊക്കെ നേരം പോവാതിരിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ടൂർ പോകുമ്പോഴും ഫാമിലിയായിട്ട് കൂടുമ്പോഴൊക്കെ നമ്മൾ ഡംഷറാട്സ് എന്ന് പറഞ്ഞ ഒരു സിനിമാ പേര് പറയാൻ, ഓൾറെഡി അറിയാവുന്ന ഒരു സിനിമാ പേര് പറയാൻ 10-15 മിനിറ്റ് നോക്കിയിട്ട് ഇതെല്ലാ കഴിവുള്ളവർ തോറ്റുപോവുക. ആ തോൽക്കലാണ് ആ കളിയുടെ രസം. അവിടെയാണ് നിങ്ങൾ ഇവിടുന്ന് ഇത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത്ഭുതമാണ്. ഓക്കെ, താങ്ക് യു രാജേട്ടാ. ശരിക്കും ആദ്യം എല്ലാവർക്കും ഇതിൻ്റെ എഫേർട്ട് എടുത്ത എല്ലാവരും ഞാൻ ആദ്യം നമസ്കാരം പറയുന്നു. അതോടൊപ്പം ഇതിൽ ഞാനിവിടെ ഇരിക്കുമ്പം തന്നെ ഞാൻ ടെൻസ്ഡായിരുന്നു. കാര്യം സാറ് അവിടെ ഇരുന്നുകൊണ്ട് ഓരോ ആംഗ്യം കാണിക്കുമ്പോഴും അവരും സാറും തമ്മിലുള്ള ഒരു കണ്ണുകൊണ്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് ഇതിൻ്റെ ഇടയ്ക്കൂടെ നടക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊരു മറയാവരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഈ സൈഡ് പിടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒന്നാമതെൻ്റെ മുതുകില്ല 70mm പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ സൈഡ് ഒതുക്കി വെച്ചിട്ട് സാർ അതിൽ ഗംഭീരമായിട്ട് ആ കണ്ണുകൾ കുട്ടികൾ വളരെ ഷാർപ്പായിട്ട് നോക്കുമ്പോഴും എനിക്ക് സത്യത്തിൽ ഉള്ളിലൊരു ഭയം പോലെ ആ ദുർഗാദേവിയുടെ ആ ഒരു പോർഷൻസൊക്കെ വന്ന സമയത്തെ ശരിക്കും അത്ഭുതപരമായിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ അപ്പുറത്ത് നേരത്തെ പിഷു പറഞ്ഞതുപോലെ ഈ ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു അതായത് ഇദ്ദേഹം റിമോട്ട് അത് അവരെല്ലാം ശരിക്കും പെർഫോമൻസ് ഇവിടുന്ന് റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ആംഗ്യഭാഷകളിലൂടെ പുള്ളി വളരെ ഗംഭീരമായിട്ടൊരു ബിഗ് സല്യൂട്ട് സാർ. ബിഗ് ഇതിനെ കോമഡി ഉത്സവത്തിൽ പല അത്ഭുതങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഒരു ഒന്നൊന്നര അത്ഭുതമായി പോയി.
സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികൾ വന്നാൽ ഈ സ്റ്റെപ്പുകൾ ഇത്രയും ഹാർഡായിട്ടുള്ള സ്റ്റെപ്പുകളൊന്നും കളിച്ച് കണ്ടിട്ടില്ല. അതായത് ഒന്നുകിൽ സിനിമാറ്റിക് ഡാൻസിൻ്റെ എന്തെങ്കിലും പാട്ടുകൾ സിമ്പിളായിട്ട് കളിക്കാൻ പറ്റുന്ന സ്റ്റെപ്പുകളാണ് കാണിക്കുന്നത്. ഇത് അതിൽ നിന്ന് മാറി ഓരോന്നിനും ഓരോ വേരിയേഷൻസ് ആണ്. അതായത് പിന്നെ കറങ്ങി പോവുക, കറങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാൻ പറ്റില്ലല്ലോ, കറങ്ങി വന്നിട്ട് വീണ്ടും ഫ്രണ്ടിലേക്ക് വരിക, പിന്നെ മാഷിൻ്റെ ഓരോ ഭാവങ്ങളിലൂടെ അവർ ചലിച്ച് ലാസ്റ്റ് ശിവൻ വരിക. ഇതിൻ്റെയൊക്കെ റൂട്ടെന്ന് പറയുന്നത് ഒരു ഭയങ്കരമായ ഒരു എന്താ മനക്കണക്ക് പോലെ എന്ന് പറയാം. സത്യം പറഞ്ഞാൽ കേട്ടോ, ഏറ്റവും അധികം അഭിനന്ദിക്കുകയാണ് നിങ്ങളെ. ഇങ്ങനൊരു നിങ്ങളൊക്കെ ചെയ്യുന്നതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. കാര്യം ഈ ഫ്ലോറിൽ നമ്മളിരുന്ന് മോട്ടിവേഷൻ ചെയ്യുന്നതല്ല, നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ ഇടയ്ക്ക് വന്ന് ഓരോ മോട്ടിവേഷൻ കൊടുത്താൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കഴിവുണ്ടായിട്ടും അതൊക്കെ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു പാഠമാകും. കാര്യം ഇത്രയും നമ്മൾ ഡിസേബിളായിട്ട് നിന്നിട്ട് നമുക്കിതൊക്കെ സാധിക്കുമെങ്കിൽ അത് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെസ്സേജാണ്. ഇങ്ങനൊരു ഇത് ഇവരിവിടെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുന്നു പറയുന്നത് നമുക്ക് തന്നെ ഒരു വലിയ ക്രെഡിറ്റാണ്, വലിയ സന്തോഷം. എനിക്ക് മാഷിനോട് ഒന്നേ ചോദിക്കാനുള്ളൂ, പോരുന്നു എൻ്റെ കൂടെ? ഇല്ല. നമ്മൾ എത്തിച്ചത് ഷാജേഷ് പള്ളുരുത്തിയാണ് കേട്ടോ, നമ്മുടെ കൂടെ നേരത്തെ ഉണ്ടായിരുന്ന ഡാൻസ് ടീമിലെ ഷാജേഷില്ലേ? അതെ അതെ, ഞാനത് ചോദിക്കാൻ കാരണം നമ്മുടെ സോൾട്ട് ആൻഡ് പേപ്പറിൽ നല്ല കുക്കായിരുന്നു ബാബുരായിട്ട്. ബാബുരാൻ്റെ അടുത്ത് ലാൽ സാർ ചോദിച്ച പോലെ പോരുന്നു എൻ്റെ കൂടെ. ഷാജേട്ടാ, ഒരുപാട് വർഷങ്ങൾ പഠിച്ച കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. ഒരുപാട് വർഷങ്ങൾ ഞാൻ തന്നെ വീട്ടിൽ ഈ ഇതുപോലുള്ള ഐറ്റംസ് എല്ലാം കാണാറുണ്ട്. കാരണം ഭാര്യ ഒരു നർത്തകി കൂടി ആയതുകൊണ്ട്. അപ്പം നമ്മൾ അവർ കാണിക്കുന്നതിന് മുകളിലാണ് എനിക്ക് തോന്നുന്നത് പെർഫെക്ഷൻ. അത്രയും പെർഫെക്റ്റായിട്ടാണ് കളിക്കുന്നത്. നമ്മൾ വന്ന് സംസാരിച്ച് ഈ കാര്യങ്ങൾ പറയുന്നവരെ അറിയില്ലായിരുന്നു കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു കുറവുണ്ടെന്ന്. അവർക്ക് ഒരു കുറവും ഇല്ല. ആക്ച്വലി നമ്മൾ കാണുമ്പോൾ അവർക്കൊന്നും കാണുന്നില്ല. മാത്രമല്ല എല്ലാം സുന്ദരികളായിട്ടുള്ള പിടികളാണ്. നമ്മൾ ദൈവത്തെ കാണുന്നത് ഇവിടെയാണ്. ദൈവത്തിൻ്റെ ശരിക്കും പറയാൻ നിങ്ങളൊക്കെയാണ് ദൈവങ്ങളും സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ദൈവം ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഇവരുടെ കൂടെ നിൽക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് അത്ഭുതമായിരുന്നു. ഇത്രയും നേരം ഞങ്ങൾ വളരെ സൈലൻ്റായിട്ട് ഒരു സ്റ്റെപ്പ് പോലും മാറാതെ, അതാണ് ഈ കിരീടത്തിൻ്റെ കുറച്ച് താഴ്ന്നു വന്നപ്പോൾ ആ കുഞ്ഞ് അത് എടുത്ത് വയ്ക്കാനൊന്നിനും നിന്നില്ല. അതുപോലെ ഒന്ന് രണ്ട് പേരുടെ ഇതായിട്ടും അതാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ഗംഭീരമായിരുന്നു ആ എക്സ്പ്രഷൻസും എല്ലാം. മാഷിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഗോഡ് ബ്ലെസ് യു ഓൾ. മാഷിനോടും ചോദിക്കട്ടെ, ഫ്രണ്ടിലോട്ട് ഒന്ന്. ഇവർക്കപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇവരെല്ലാവരുടെയും ഫാമിലീസ് എല്ലാം വന്നിട്ടുണ്ടോ? എങ്ങനെയാണ്? ഇവരുടെ ഫാമിലീസ് ആരും വന്നിട്ടില്ല. ഒരു കുട്ടിയുടെ പാരന്റ്, ശ്രദ്ധ എന്നൊരു കുട്ടിയുടെ പാരന്റ്. അപ്പോ എന്തായാലും ആ പാരന്റ്സിന്റെയും ഒക്കെ ഫുൾ സപ്പോർട്ട് ഉണ്ടല്ലോ. എല്ലാ പാരന്റ്സിന്റെയും ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും അതുപോലെ ഞങ്ങളുടെ മാനേജ്മെന്റിന്റെയും എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നന്നായിട്ട് എല്ലാ കലകളും, ഡാൻസ് മാത്രമല്ല, ഡ്രോയിങ്, സ്പോർട്സ്, വിദ്യാഭ്യാസ രംഗം മാത്രമല്ല മറ്റു രംഗങ്ങളിലും കലാപരമായിട്ടുള്ള എല്ലാ വേദികളും, ചെസ്സിലൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ നാഷണൽ പ്രൈസ് കിട്ടിയിട്ടുള്ളതാണ് ഞങ്ങളുടെ കുട്ടികൾക്ക്. അതുപോലെ തന്നെ അവർക്ക് ഓഡിയോ ചെക്കിംഗ് നടത്താറുണ്ട്. ഓഡിയോ ഹിയറിംഗ് എയ്ഡ് ഞങ്ങളുടെ സ്കൂളിൽ ഹിയറിംഗ് എയ്ഡ് കമ്പൽസറിയാണ്. ഹിയറിംഗ് എയ്ഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഹിയറിംഗ് എയ്ഡ് കമ്പൽസറിയാണ്. എക്സലന്റ്. ഇത് ശരിക്കും പറഞ്ഞല്ലോ, നമുക്കൊക്കെ ഒരു ഭയങ്കര വലിയൊരു ഐ ഓപ്പണിംഗ് സംഭവമാണ്. കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ ഇങ്ങനൊരു ഡാൻസ് പെർഫോമൻസ് ഇവിടെ വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ടെന്ന് പോലും നമ്മളാരും ചിന്തിച്ചിരുന്നില്ല. ഒരു സൈൻ ലാംഗ്വേജിലൂടെ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെന്നുള്ളത് കൊണ്ട് എല്ലാവരും സൈൻ ലാംഗ്വേജ് പഠിക്കണം എന്നാണ് പലരും പറയുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സാധാരണ ജോലികളിൽ വരെയും അവർക്ക് വ്യാപൃതരാവാൻ സാധിക്കും. തീർച്ചയായിട്ടും സമൂഹവുമായിട്ട്, പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമൂഹവുമായിട്ട് ഇടപഴകുന്നതിൽ യാതൊരു വൈമുഖ്യവും അത് നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞ കമന്റിന് ഓരോരുത്തരും തല കുലുക്കുന്നുണ്ടായിരുന്നു, ഓരോരുത്തരും പറഞ്ഞ നല്ല കാര്യങ്ങൾക്ക് ചിരിക്കുന്നുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് അവർക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് അല്ലേ? എല്ലാരും കൂടി ഒരുമിച്ചൊരു വണ്ടിയിലല്ലേ വന്നേ? ആ വണ്ടി നേരെ മണ്ഡലയിലോട്ട് പോട്ടെ. എല്ലാരും ഒരുമിച്ച് വാ. ഹോൾഡ് ഓൺ ടു ദിസ് കേട്ടോ. മണ്ഡലയിൽ പോയി അടിച്ചു വിളി. ഓക്കെ. പ്രത്യേക കാര്യം കൂടി പറയാനുണ്ട്. ഈ വർഷം ഞങ്ങളുടെ സ്കൂളിന്റെ ജൂബിലിയാണ്, സിൽവർ ജൂബിലി. 25 വർഷമാകുകയാണ്. അപ്പൊ എല്ലാവരെയും ജൂബിലി ആഘോഷങ്ങളിലേക്ക് പ്രത്യേകിച്ച് ക്ഷണിച്ചു. ഇപ്പൊ തന്നെ കിട്ടും. പ്രത്യേകം എല്ലാവരെയും ഞങ്ങളുടെ ജൂബിലി ആഘോഷങ്ങളിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ജൂലൈ 25-നാണ് അടുത്ത വർഷം. 2020 ജൂലൈ 2020 ജൂബിലി വർഷം. അപ്പൊ ജൂലൈ 25-നാണ്. അപ്പൊ എല്ലാവരെയും
ഈ കുട്ടികളുടെ നാമത്തിൽ ഇത്ര നേരത്തെ വിളിച്ചോണ്ട് സ്വാഗതം ബുക്കിംഗ് ചെയ്യും. ഉണ്ടെന്നും പറയാൻ പറ്റില്ലല്ലോ. ഇത്ര നേരത്തെ വിളിച്ചോണ്ട് ബുക്കിംഗ് ഉണ്ടെന്നും അടുത്ത ആഴ്ച വിളിച്ചാലും ബുക്കിംഗ് ഒന്നും ഇല്ല. താങ്ക് യു, താങ്ക്സ് എ ലോട്ട് കേട്ടോ. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് ഓൾ ഓഫ് യു. Anno Washing Products Comedy Utsavam powered by Carly TMD Steel Bars and KSF in Mimicry Competition ആയിട്ട് വരുന്നു ഹസീബ് ആൻഡ് ഭരത്. ലെറ്റ്സ് വെൽക്കം. ഹസീബേ, എന്തുണ്ട് വിശേഷം? സുഖം. സുഖം. എങ്ങനെ പോകുന്നു കാര്യങ്ങളെല്ലാം? ഉഷാറായിട്ട് പോകുന്നു. ഹസീബ് ഫാൻസ് അസോസിയേഷൻ എല്ലാം അസലായിട്ട് പോകുന്നില്ലേ? എല്ലാം ഭംഗിയായിട്ട്. ഗംഭീരമായിട്ട്. പുതിയ ഏതെങ്കിലും വർക്ക്? അവർക്ക് ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഓ, ഏതാണ്? വെള്ളക്കാരന്റെ കാമുകി. ഓക്കെ, വണ്ടർഫുൾ. ആരൊക്കെ ലിസ്റ്റിൽ ഹസീബേ? ഇന്ന് 2 ഗായകരുണ്ട്. ഒന്ന് വിദ്യാധര മാഷ്, ഓക്കെ. മറ്റേത് കണ്ണൂർ ഷെരീഫ്, ഓക്കെ. ഒന്ന് ചെമ്പൻ വിനോദ്. brilliant. பரத், எப்படி இருக்கீங்க? நல்லா இருக்கேன். நல்லா இருக்கா? இங்க வந்ததுக்கு அப்புறம் ஷோஸ் எல்லாம் இருக்கா அங்க தமிழ்நாட்டுல? ஓகே. அப்போ யாரெல்லாம் இருக்கு லிஸ்ட்ல? நான் வந்து விஜய், தளபதி விஜய், ஓகே, சிவகார்த்திகேயன், ஆர்யா. ஆர்யா, வண்டர்ஃபுல். നമ്പർ പറയൂ ഹസീബ്. നമ്പർ 3. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3. ചെമ്പൻ വിനോദ് ലിസ്റ്റിലുള്ളതാണ്. കേൾക്കാം. ഒപ്പം എന്ന സിനിമയിലെ ചെമ്പൻ വിനോദിന്റെ ഒരു കൃഷ്ണമൂർത്തി സാറിൻ്റെ കാര്യം നീ വിട്, നീ അത് ചെയ്തില്ലെന്ന് തന്നെ വിചാരിക്കേ. പക്ഷെ ആ ഓട്ടോ ഡ്രൈവറെ കൊന്ന കേസിൽ നീ എന്തായാലും കൊടുക്കും. കൊലപാതകം ഇപ്പോൾ 1 ചെയ്താലും 2 ശിക്ഷയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം അടിയിടിയും കുത്തും ചവിട്ടും നമുക്കിന് വേണ്ട ചേരാമ. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്ത? സാറയ്ക്ക് 5 മിനിറ്റ് ഇറങ്ങണം. ഇവനെ കൊണ്ട് തത്ത പറയണ പോലെ ഞാൻ പറയിപ്പിച്ചരാം. നിനക്ക് ഭ്രാന്താണടാ. ഭരത്, നമ്പർ சொல்லுங்க. 6. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 6. അജിത്. தம்பி மயில் வாகனம், எல்லாரும் எப்படி இருக்கீங்க? நல்லா இருக்கீங்களா? தம்பி வெளிக்கேட்ட கொஞ்சம் இழுத்து மூடு. அது நான் தனியால் இல்ல, என் பின்னாடி ஒரு பெரிய கூட்டமே இருக்கு. சரித்திரத்தை ஒரு நேரம் திருப்பி பாருங்க, அது ஒரே ஒன்று தான் கத்து கொடுக்கும். நாம வாழணும்னா யாரை வேணாலும் எப்ப வேணாலும் கொல்லலாம். വണ്ടർഫുൾ. നമ്പർ ഹസീബ്. നമ്പർ 7. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. കണ്ണൂർ ഷെരീഫ്. ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ. ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ. ജന്മം തന്ന നാഥ, ജീവൻ തന്ന താജ, ജന്മം തന്ന നാഥ, ജീവൻ തന്ന താജ. കരയാൻ വിധിച്ചവനോ ഞാൻ ഈ ദുനിയാവിൽ, കനലായി തീർത്തവനോ യാ റഹ്മാൻ അല്ലാ. അല്ലാ അല്ലാ യാ അല്ലാ. ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബു പിടഞ്ഞു പിടഞ്ഞു ഞാൻ തേടവേ. അലകി. ഭരത്, നമ്പർ சொல்லுங்க. நம்பர் 9. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 9. വടിവേൽ. ஆஹா, கிளம்பிட்டாயா கிளம்பிட்டாயா? ஆஹா, தெய்வமே உங்க முன்னாடி தான் அடிக்கலாம். அடோ பாவி, அடோ பாவி. டேய், என்னடா இந்த காரியத்தை பண்ணிட்டு இருக்கீங்க? உங்களை நம்பி கூட வச்சதுக்கு ஓட்டா போட்டு டேடா. மூஞ்சப்பாரு, மூஞ்சியும் முகர கட்டுங்க. இந்த மூஞ்சில முடிச்சா பொடிக்கு போயில சிக்குமா? அதுதான் சவுண்ட். ஓகே, லாஸ்ட் நம்பர் ஹசீப். നമ്പർ 10. ഇതും കൂടി കിട്ടിയാ ഓക്കെ അല്ലേ? ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. വിദ്യാധരൻ മാഷ് പോയി, ലോട്ടറി പോയി. ഓക്കെ, വിദ്യാധരൻ മാഷ്.
നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കരളിൻ്റെ കരിമ്പൻ തോട്ടം കട്ടെടുത്തതാരാണ്? ഓ കട്ടെടുത്തതാരാണ്? പൊന്നുകൊണ്ട് വേലി കെട്ടിട്ടും എൻ്റെ കൽക്കണ്ട കിനാവ് പാടം കൊയ്തെടുത്തതാരാണ്? ഓ കൊയ്തെടുത്തതാരാണ്? Excellent. Bharat, last number சொல்லுங்க. 12. Let's open number 12. ஜி வேணுங்க. നല്ല ടൈമാ. ஆக்சுவலா இந்த நடிகர் யாருன்னு எனக்கு தெரியாது. நடிகர் இல்ல, அவரு பெரிய சிங்கர். சிங்கர் அது கூட எனக்கு தெரியல பாத்தீங்களா? அதுதான் இந்த இது. இன்னொரு தடவை இந்த பக்கம் நான் உன்னை பார்த்த இடத்துலயே குழி தோண்டி புதைச்சிடுவேன். വിഷു ഒന്ന് ഇനി ഭരത്തിന്റെ அண்ணே பரத் எங்க தாமசிக்கிறது எവിടെ வீடுன்னு தூத்துக்குடி டிஸ்ட்ரிக்ட்ல பெரியதால வில்லேஜ். முதல்ல இங்க வந்திருக்கா? இல்ல இப்பதான் வந்திருக்கு. இங்க வேற சொல்ற நீங்க வந்திருக்கு. இல்ல இல்ல இப்ப ஃபர்ஸ்ட். இவன் முதல் தடவை இங்க வர்றது. இவன் இதுக்கு முன்பு இங்க வந்ததே இல்ல. அடுத்தது யாரு? അടുത്തത് யாரு? അതിന്റെ എന്റെ തമിഴ് കൂടി കളഞ്ഞല്ലോ. சொல்லுங்க சார். விஜய். விஜய், தளபதி விஜய். என் நெஞ்சில் குடியிருக்கும் என் பிள்ளைங்களுக்கும் என் நண்பா நண்பிகள் எல்லாருக்கும் என்னுடைய வணக்கம். இந்த ஃபங்க்ஷனுக்கு நான் வரணும்னு ஆசைப்பட்டேன். உண்மையிலே ரொம்ப சந்தோஷமாக இருக்குது. ஜட்ஜஸ் உங்கள் எல்லாரையும் சந்தித்ததில் ரொம்ப சந்தோஷம். சீஃப் கெஸ்ட் உங்களையும் சந்தித்ததில் சந்தோஷம். ஒரு டயலாக் மட்டும் சொல்லிட்டு போயிடுறேன். 25 கிலோமீட்டர் சுற்றளவில் ஒரு சிட்டி. இதை கண்ட்ரோல் பண்ணுறதுக்கு ஒரு கமிஷனர், 7 ஏசிபி, ஒரு ஏசிபி கீழே 56 இன்ஸ்பெக்டர், 76 சப் இன்ஸ்பெக்டர், 1412 சப் இன்ஸ்பெக்டர் இருக்காங்க. இருந்து ஏன் தப்பு நடக்குது? வழிப்பறி, கொல்லை, பிட் பாக்கெட்னு 1412. சேட்டு கடையில் ஓட்டம் போடுறவன், ஆள் இல்லா வீட்டில் நோட்டம் போடுறவன் 626. இப்படி ஒரு 50 கேங்க பிரிஞ்சு இருக்கானுங்க. கட்ட பஞ்சாயத்து வெட்டு குத்துன்னு அது ஒரு 15 கேங்கு. அந்த 15 கேங்லையும் 416 ரவுடிங்க இருக்கானுங்க. இதுவரைக்கும் நடந்ததெல்லாம் ஓகே. இனிமே இந்த நிமிஷத்துலேருந்து மதுரையில் கொலை கொள்ளை கட்ட பஞ்சாயத்து ரவுடிசம் இல்லீகல் பிஸ்னஸ் ஏதாவது நடந்தா ஆக்ஷன் எடுக்கிறேன். கை கால் எடுத்துருவேன். ஆக்ஷன் எடுக்கக்கூடாது, ரியாக்ஷனும் காட்டக்கூடாது. ஏன்னா எல்லாரும் என் மாம மச்சான். ஓகே. சிவகார்த்திகேயன். ஹாய் ப்ரோ, எல்லாரும் நல்லா இருக்கீங்களா? நான் எல்லாம் குலைக்கிறவருக்கா நம்ம கெட்டப் கேவலமா இருக்கு. அதுக்கெல்லாம் பொறாம மாப்பிள்ள. நானும் உன்னை சின்ன பிள்ளை தான் நினைச்சிட்டு இருந்தேன். ஆனா என்னைக்கு உன்னை சேலையில பார்த்தனோ ஓப்பனா சொல்றேன், விழுந்துட்டேன். அப்ப இனி ஆரியா? ஏய் மச்சான், வணக்கம் மச்சான். மச்சான், இந்த பொண்ணுங்களே இப்படி தான்டா. ஏதாவது ஒன்று பண்ணிக்கிட்டு, ஏதாவது ஒன்று செஞ்சுக்கிட்டு, ஏதாவது ஒன்று பேசிக்கிட்டே இருப்பாங்க. மச்சான், இவங்க நம்ம வேலைக்கு போகணுமா, சம்பாதிக்கணுமா, இவளுங்க பின்னாடியே வருவாங்களாம். போடா மச்சான் പോ. ഹസീബിന്റെ മുഴുവൻ കഴിഞ്ഞു. ഹസീബിനെ കൊണ്ട് പക്ഷെ ഒരു ചെറിയ സാധനം ചെയ്യിച്ചോട്ടെ. ഇട്ടിമാണിയിലെ പാട്ട്, ലാലട്ടൻ പാടിയ പാട്ട്. കണ്ടോ ഇന്നോളം കാണാത്ത ചന്തം കണ്ടോ, ഇന്നെല്ലാം ഓരോരോ പൂഞ്ചേലായി തോന്നുന്നുണ്ടോ? ഇതു വർണ്ണമേഴും കണ്ണാകെ തന്നിടും നാളാണെന്നോ,
നേരിൽ കണ്ടതെല്ലാം നേരാണോ? ആ, 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 ആ. എങ്ങനെയുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും? രണ്ടുപേരും വളരെ ഗംഭീരമായി. ഹസീബ് പിന്നെ എന്ന് പറഞ്ഞാൽ പ്രൂവ് ചെയ്ത ഒരാളാണ്. പുതിയ പുതിയ ഐറ്റംസ് ഇനി എന്ത് കൊണ്ടിരുന്ന് മാത്രം നമ്മൾ കാത്തിരുന്നത്. ഇദ്ദേഹം ആദ്യമായിട്ട് വരികയാണ്. കേരളാവിലെ ஏதாவது ஒரு டிவி പരിപാടിയിൽ முதல் தடவை தானே வருது? ஆமா. இதுக்கு முன்னாடி வந்துட்டு அப்ப எப்படி ஆரம்பிச்சது இந்த மாதிரி ஒரு ப்ரோக்ராம் இங்க இருக்கிறது? இல்ல நான் எங்க தமிழ்நாட்டுல நிறைய பேர் பார்க்க ஆரம்பிச்சிட்டாங்க இந்த ப்ரோഗ്രാം. തമിഴ്നാട്ടിൽ ഒരുപാട് പേര് കണ്ടു തുടങ്ങിയെന്ന്. തമിഴ്നാട് ലോകത്തിന്റെ പല ഭാഗത്ത് ഉത്സവങ്ങളെ പടർന്ന് പന്തലിച്ചോണ്ടിരിക്കുകയാണ്. அங்க பாக்குறா? அத பார்த்து அங்க ஏதாவது டிவி ஷோல போயிருக்கா? அங்க இல்ல, இதான் ஃபர்ஸ்ட் டைம். இதுதான் முதல் டிவி ஷோ. இங்க முதல் பண்ணினா பெரிய ஆளாയി മാറിടും. അതാണ് ഇങ്ങ ചട്ടം. தேங்க்ஸ் சார். കോമഡി ഉത്സവം ഒരു തടവ് പണ്ണ 100 തടവ് പണ്ണ 100 തടവ് പണ്ണ മാതിരി. தேங்க்ஸ் சார். കേട്ടാ? രാജേട്ടാ എങ്ങനെയുണ്ട് ഇവർ രണ്ടുപേരും? ഗംഭീരമായിട്ട് രണ്ടുപേരും தேங்க்யூ. സൂപ്പർ. കാര്യം ഇത് ഒരു രക്ഷയില്ലാത്തൊരു അവതാരമായിട്ടാണ്. നമ്മൾ പാട്ടും പാടും മിമിക്രിയും കാണിക്കും. മിമിക്രിക്കാർക്ക് മാത്രമേ അത്തരം ഒരു കഴിവ് കൂടുതൽ നമ്മൾ കണ്ടുവരുന്നുള്ളൂ. പിന്നെ നമ്മുടെ തമിഴ് സ്റ്റാറുകളെ അവതരിപ്പിച്ചിട്ട് എന്തായാലും ഗംഭീരം. പിന്നെ നീങ്ക നല്ലപടിയാ സെഞ്ചിരിക്കാങ്ക, സൂപ്പറാ இருங்க. தேங்க்யூ சார். வாழ்க വളരുക. അസീ പറയാത്ത രണ്ടുപേരും ഗംഭീരമായിരുന്നു. സാധാരണ നമ്മൾ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഒരാളായിരിക്കും വിജയിക്കുക, പക്ഷേ ഈ കോമ്പറ്റീഷൻ രണ്ടുപേരും വിജയിച്ചു. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു രണ്ടുപേരെ സ്റ്റാർ. പിന്നെ അസീബ് ഞാൻ എടുത്തു പറയുന്നത് അസീബിൻ്റെ ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നതാണ് അസീബിൻ്റെ ഒരു വളർച്ച. കാര്യം ഇപ്പം ഈ ലാലേട്ടൻ്റെ ഒരു പാട്ട്, ഇപ്പോൾ പുതിയ ഇട്ടിമണി എന്ന് പറയുന്ന സിനിമയിലെ പാട്ട് എന്ത് രസമാണ്. കാര്യം അതിനകത്ത് ഒരു ചെറിയ വോയിസ് പോലും പിടിച്ച് വളരെയധികം കയ്യടി മേടിക്കാന്ന് പറയുന്നത്. അത് അപ്ഡേറ്റ് ചെയ്യുന്നത് ഭയങ്കര അത്ഭുതമാണ്. അപ്ഡേറ്റ് ചെയ്യുന്നതിലാണ് സത്യം. കാര്യം നമ്മളൊരു പുതിയത് കാണുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് അതൊന്ന് വാച്ച് ചെയ്യും, അതെന്താന്ന് അയാൾ എന്താണ് കാണിച്ചതെന്ന് അറിയാൻ വേണ്ടി ഒന്നിരിക്കും. അപ്പോൾ അസീബ് ഓരോ പ്രാവശ്യം വരുമ്പോഴും അസീബിന് പ്രേക്ഷകർ ഉണ്ടാകുന്നില്ല, ഫാൻസ് ഉണ്ടാകുന്നതൊക്കെ അസീബിൻ്റെ സ്വന്തം കഴിവും എടുക്കുകൊണ്ടാണ്. ഇതിങ്ങനെ കീപ്പ് ചെയ്യുക. സിനിമയിലാണെങ്കിൽ പോലും ഒരുപാട് വേഷങ്ങൾ കിട്ടട്ടെ എന്ന് പറയാം. பட் நீங்கள் നന്നായി പണി വെച്ചിരിക്കാங்களே, ഗംഭീരമായിരിക്കും. അതുക്കപ്പുറം വിജയ് ഒരുപാട് പേര് இந்த വേദിയിൽ വന്ന് പെർഫോം ചെയ്തെങ്കിലും താങ്കൾ വളരെ ഒഴുക്കായിരുന്നു അല്ലേ? വിജയ് ഡയലോഗ്സ് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു ഇവിടെ വന്ന് നമ്മളെയൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഡയലോഗ്സ് എല്ലാം സ്റ്റാർട്ട്സ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. தேங்க்யூ சார். എല്ലാം നല്ല ரொம்ப நல்லா இருக்கு. தேங்க்யூ சார். ഓക്കെ, അടിപൊളി. എല്ലാം നല്ല ரொம்ப നല്ല. ഷാജേട്ടാ അസീബ് ഇവിടെ വന്നിരിക്കുമ്പോൾ അസീബിൻ്റെ മോഹൻലാൽ കാണുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. കാരണം നമ്മളെപ്പോഴും സ്റ്റേജുകളിൽ പെർഫോം ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഞങ്ങൾ ആദ്യം കണ്ട മോഹൻലാലാണ് ഇത് അല്ലേ? ആദ്യം കണ്ട മോഹൻലാൽ അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത് ഇത്രയും ഈ പുതിയ ട്രെൻഡിൽ ഇപ്പോൾ ലാലേട്ടൻ സംസാരിക്കുന്നത് എങ്ങനെയാണോ, പാടുന്നത് എങ്ങനെയാണോ, ഡയലോഗ്സ് എങ്ങനെയാണോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും കണ്ടിന്യൂസ്. അത് ഒരു വലിയ ഫാനാണ് അതിൻ്റെ ഒന്ന്. രണ്ടാമത് ഇന്ന് പുതിയ പരീക്ഷണങ്ങളുമായിട്ടാണ് ഹസീബ് വന്നത്. എല്ലാം നന്നായിരുന്നു ചെയ്ത ആ പാട്ടുകളും. ഈ പറയുന്ന വേറെ വോയിസ് ചെയ്ത് ആരുടെയായിരുന്നു? വിദ്യാധരൻ മാസ്റ്റർ, അതുപോലെ കണ്ണൂർ ഷെരീഫ്, അത് കഴിഞ്ഞിട്ട് ചെമ്പൻ വിനോദ്. എല്ലാം നന്നായിരുന്നു. ആ ഒരു ശ്രമത്തിനാണ് ആദ്യത്തെ കൈഡി തരേണ്ടത്. തീർച്ചയായിട്ടും ஃபர்ஸ்ட் டைம் தான் நீங்க ஒரு டிவி ஷோல வருது இல்லையா? ஓகே, உங்க எக்ஸ்பீரியன்ஸ் சொல்லுங்க இங்க இந்த காமெடி உற்சவம் ஸ்டேஜ்ல. சூப்பராக இருந்தது. நல்ல ஒவ்வொரு ஸ்டேஜை கடந்து போகும்போதும் நல்ல அனுபவமாக இருந்துச்சு. சரி, அங்கே ட்ரூப் இருக்காங்க உங்களுக்கு? புரியல. உங்கள் ஊர்? தூத்துக்குடி டிஸ்ட்ரிக்ட். தூத்துக்குடி. ஓகே, அங்கே ட்ரூப் இருக்காங்க, மிமிக்ரி ட்ரூப் ஏதாவது ஃப்ரெண்ட்ஸ்? ஆமாம். ஓகே, அவருக்கு எல்லாம் தெரியுமா இந்த ஷோவில்? அவர் ஆமாம், எல்லாருக்கும் தெரியும். ஓகே, ரொம்ப நல்லா இருந்தது எல்லாம். தேங்க்ஸ் சார். சூப்பராக இருந்தது. தேங்க்ஸ். രണ്ടുപേർക്കുള്ള സമ്മാനം, രണ്ടുപേർക്കും വണ്ടർലേക്കുള്ള കോംപ്ലിമെന്ററി പാസ്. താങ്ക് യു. നമ്മുടെ കോമഡി ഉത്സവത്തിൽ നിന്ന് നമുക്ക് അതിഥിയായിട്ട് കിട്ടിയ വ്യക്തിയെ ആദരിക്കേണ്ട സമയമാണ്. നമുക്ക് രാജേട്ടനെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എന്തായാലും കോമഡി ഉത്സവത്തിന്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ അവിടെ വെച്ച് കാണുമ്പോഴും ഗൾഫിൽ വെച്ച് കാണുന്ന സമയത്തൊക്കെ എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നതാണ്. ഷോയിൽ വന്നിരുന്നിട്ട് എങ്ങനെയുണ്ട്? അത് കോമഡി ഉത്സവം എന്ന് പറയുന്നതിനേക്കാൾ കോമഡി അത്ഭുതം എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് വേർഡ്. കാര്യം ഇത് വേദി എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ തന്നെ നമ്മൾ 2-3 അത്ഭുതങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ അണിനിരത്തി കൊടുത്ത ഫ്ലവേഴ്സ് ടിവിക്ക് എൻ്റെ ഏറ്റവും നല്ലൊരു നമസ്കാരം. ഇപ്പം ഈ പറഞ്ഞതുപോലെ വന്ന് മിമിക്രി എന്ന് പറഞ്ഞാൽ അന്ന് എത്ര
ഇമിറ്റേഷൻസ് ആണ് എന്ന് വെച്ചാൽ എത്ര പേരെയാണ് ഇമിറ്റേറ്റ് ചെയ്തോണ്ടിരുന്നത്? നമ്പർ ഓർമ്മയുണ്ടോ? നമ്പർ അങ്ങനെയില്ല, ഒരു 50 പേരായിരുന്നു മിനിമം. 50 പേര് മിനിമം. ഈ പറഞ്ഞ പോലെ ഇപ്പൊ അപ്ഡേറ്റ് ചെയ്യുന്ന അന്ന് ശരിക്ക് 40 നടന്മാരെങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അമ്പാടം ചെയ്യും പുള്ളി. മൊത്തം പുള്ളി വന്ന സമയത്ത് ഇവിടുത്തെ നടന്മാര് കുറവായതുകൊണ്ട് പിന്നെ നമ്മള് പുറത്തുനിന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നത്. ചേട്ടാ MG ശ്രീകുമാർ തുടങ്ങാം. തീർച്ചയായിട്ടും. ഹലോ, ഇപ്പൊ നമ്മള് ശ്രീകുട്ടൻ ചേട്ടനോട് വന്നിട്ട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചാൽ അപ്പൊ പുള്ളിയായിട്ട് സംസാരിക്കാം. ശ്രീകുട്ടൻ ചേട്ടാ എന്തുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ? വളരെ സന്തോഷം ഇവിടെ വിളിച്ചു വരുത്തിയതിൽ. ഒരുപാട് നാൾ ഞാൻ ഇവിടെ വരണമെന്ന് വിചാരിച്ചു, പക്ഷെ നിങ്ങൾ മിമിക്രിക്കാരുടെ ഇടയിലും അല്ലാതെ അത്ഭുതങ്ങളുടെ ഇടയിലും ഒക്കെ ഞാനെങ്ങനെ വരാനാണ്? ശ്രീകുട്ടൻ ചേട്ടൻ ഗംഭീര ഗായകനല്ലേ? അതെ, എന്നാലും നിങ്ങൾ വിളിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ടാണ് ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ വന്നത്. ആണോ, പിഷാരടി വന്നിരിക്കുന്നുണ്ടല്ലേ ശ്രീകുട്ടൻ ചേട്ടാ? അടുത്ത ശ്രീകുട്ടൻ ചേട്ടാ നമസ്കാരം. നമസ്കാരമുണ്ടേ. പിഷു, എന്തൊക്കെയുണ്ട് പരിപാടി? ഇപ്പൊ പാട്ടൊന്നും തരുന്നില്ലല്ലോ നമുക്ക്. എന്തോ സിനിമയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് പടത്തിൽ സുഖമായിട്ട് പാടിയതല്ലേ? പിന്നെ ഞാൻ പിന്നെ പ്രതീക്ഷിച്ചു. അടിലോനപ്പാ പൂക്കുറ്റി. അതെ അതെ, അത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഇതുപോലെ ഓരോ പൂക്കുറ്റിയായിട്ട് വരും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് തന്നാ മതി കേട്ടോ. പാട്ടിലോട്ട് പോവാ. അപ്പൊ ഞാനൊരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നുമല്ല. ഈ പാട്ടെന്ന് പറയുന്നത് എൻ്റെ ഭാര്യ ആദ്യമായിട്ട് എന്നെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഓ അത് ശരി. ജസ്റ്റ് ഒന്ന് പാടി നോക്കാം അല്ലേ? ഇവിടെ അങ്ങനെ പാട്ട് നമ്മളൊക്കെ വലിയ അത്ഭുതങ്ങൾ ഇവിടെ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. കുഴപ്പമില്ല, പോയില്ലേ? പിന്നെ ഗംഭീരായി. നമ്മളിപ്പോ കുറെ ഇവിടത്തെ ഒരു പെർഫെക്ഷന്റെ ലെവലൊക്കെ അറിയാലോ. നമ്മൾ കാണുന്ന എന്തോ അത്ഭുതങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഈ നമ്മൾ തന്നെ പറഞ്ഞു നമ്മള്, പക്ഷെ ഇത്രയും ഇത് കഴിഞ്ഞിട്ടും ഇത്രയും പുതിയ ആൾക്കാർ വന്ന് അവരൊന്നും മോശമെന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഫുൾ ഫിനിഷിംഗ് എന്ന് പറയുന്നത് രാജനൊക്കെ ചെയ്യുന്നതിന് ഒരു രക്ഷയില്ല, അത്ര ഗംഭീരമാണ്. താങ്ക് യു ബിഷു. ഇനി നമുക്ക് SP സാറിന്റെ ഇതിലേക്ക് പോകാം. SP സാറിൻ്റെ ഇതുപോലെ നമുക്ക് കൂടെ പാടാൻ, ചിത്രചേച്ചിയുടെ പാടാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ ഓഡിയോയിൽ നമ്മളൊരു പ്രത്യേകത കാണിച്ച് പ്ലസ് ചിത്ര അങ്ങനെ ചെയ്ത് വെച്ച്. അപ്പോൾ ഇനി നെക്സ്റ്റ് അതുപോലെ ഇത് വേറെ ഏതോ ഗായിക പാടിയ ജാനകി പാടിയാണ്, SP ബാലസുബ്രഹ്മണ്യം. അദ്ദേഹത്തിനോട് ഏത് പാട്ടാണ് ഇത്? நம்ம ஒரு ரொம்ப சூப்பரான சாங் தான். இட்ஸ் humanly impossible to sing a song like this without taking a breath. ஆனால் இது ஜானகி சார், ஜானகி அம்மா நல்லா பாடியிருக்காங்க. திஸ் இஸ் ஃப்ரம் கர்ணா. Karna, you know that's from Arjun's film. So I want to dedicate this song for you, Malare. Oh, wonderful. It is a wonderful song and I want to dedicate for this all and that whole audience. Thank you so much.
ഞാൻ പ്രചോദനം ഇപ്പം എന്നോട് പറയുന്നത് നമ്മൾ ഈ പ്രേക്ഷകൻ ചിലപ്പം കുറച്ച് ഞങ്ങൾ ഒരുപാട് സ്റ്റേജിൽ കേട്ടിട്ടുള്ളതാണ്. ഫ്രഷായിട്ടാണ് പിന്നെ ഞങ്ങളിരുന്ന് കേൾക്കുന്നത്. കാരണം രാജേട്ടൻ പടം വരയ്ക്കും, ശബ്ദം അനുകരിക്കും, സർവോപരി നന്നായിട്ട് പാടും. അസല് എന്ത് രസമായിട്ടാ പാട്ടൊക്കെ പാടുന്നത്. പെർഫെക്ഷൻ ആണ്. രാജ വന്ന് ലാൻഡ് ചെയ്ത മൈക്ക് ചെക്ക് ചെയ്ത് ഇപ്പം ഈ ഐറ്റംസ് ഒക്കെ തന്നെ രാജ പല പല സംഭവത്തിലൂടെ ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ സമയത്ത് പോലും അപ്പോഴും നമ്മൾ ആസ്വദിക്കും. കാര്യം ഈ പാട്ടിന്റെ എല്ലാ പെർഫെക്ഷനും അതുപോലെ. അല്ല, ഞാൻ ആദ്യം പഠിക്കുന്നത് ഇവരുടെ ശബ്ദം അനുകരിക്കാനാണ്. ഈ പാട്ടിനേക്കാൾ കൂടുതൽ ഞാനൊരു പാട്ടുകാരനാകാൻ വേണ്ടി ആദ്യം തുടങ്ങി വെച്ചാണ്. എൻ്റെ വീട്ടിൽ അന്ന് സിസ്റ്ററിൻ്റെ കല്യാണത്തിന് 3 ടീമിൻ്റെ ഗാനമേള നടത്തി ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട്. പന്തളം ബാലൻ, ഡവാ ബഷീർ, ആലീസ് കലാഭവൻ ഇവരെ 3 പേരുടെയും ഗാനമേള നടത്തിയിട്ട് അതിലൊരു പാട്ട് വീട്ടിക്ക് വീട്ടിക്ക് വാസപ്പടി വേണമെന്നാണ്. അത് ഇളയരാജയുടെ വോയിസിലാണ്. ആണോ? അപ്പൊ ഇളയരാജയുടെ ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടുമോ? പാടാം, തീർച്ചയായിട്ടും. അദ്ദേഹത്തിൻ്റെ സ്പീച്ച് എല്ലൂർക്കും വണക്കം, எனக்கு பாடத்தான் தெரிந்தவர் பேசுவது நான் அன்னாட வாழ்க்கை இல்லை என்றாலும் ഇതിനു വേണ്ടി ഞാനൊരു പാട്ട് മൂളാം. தென்றல் வந்து தீண்டும் போது என்ன வண்ணமோ மனசுல இது எனக்கு ரொம்ப பிடிக்கிற ஒரு சாங் தான். வணக்கம் எல்லோருக்கும். രാജേട്ടനെ പറ്റി ഒക്കെ പറയാൻ ഞാനൊന്നും ആളല്ല. ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ വെള്ളൂർ പേപ്പർ കമ്പനിയുടെ ഗ്രൗണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രാജേട്ടൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പത്തനംതിട്ട സാരംഗിൻ്റെ മിമിക്രിയുടെ ഇടയിൽ അദ്ദേഹം തിരിഞ്ഞ് ഇന്നസെൻ്റ് ആയിട്ട് വരുന്നു. മീശ സ്റ്റേജിൽ വെച്ച് പഠിച്ചു കളയുമെന്ന് തോന്നുന്നു, അല്ലെ? അങ്ങനെ എന്തൊക്കെയാ ഉമിക്കരി സ്റ്റേജിൽ വെച്ച് മോഹൻലാൽ ആകുന്നു, അടുത്ത സെക്കൻഡ് ഇന്നസെൻ്റ് ആകുന്നു, ഇത്രയധികം ഫിഗറുകൾ ചെയ്യുന്നു, ഇത്രയധികം ശബ്ദങ്ങൾ ചെയ്യുന്നു. ഈ വൺ മാൻ ഷോ ഞാനൊക്കെ കുറേ ട്രൂപ്പിൽ കളിച്ചതിനേക്കാളും പിന്നീട് അങ്ങോട്ട് വൺ മാൻ ഷോ പരിപാടികളായിട്ടാണ് ഉള്ളത്. അതിനൊക്കെ ഈ പത്തനംതിട്ട സാരംഗ് അവരിനി ഞാൻ പറഞ്ഞാലൊന്നും എതിർക്കുമെന്ന് നമുക്കറിയാത്തില്ല. ഗാനമുള്ള ട്രൂപ്പാണെങ്കിൽ പോലും ആ ട്രൂപ്പിൻ്റെ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ രാജേട്ടൻ്റെ വൺ മാൻ ഷോ അതിന് ഘടകമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയാൻ ഞാൻ ആളല്ല, ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ് അദ്ദേഹം. രാജയെ പറ്റി എല്ലാവർക്കും അറിയാം. പിന്നെ ഞങ്ങളൊക്കെ പറയുന്ന മിമിക്രിയിലെ അംബാനിയായിരുന്നു, അല്ലേ? ആദ്യത്തെ മിമിക്രിയിലെ അംബാനിയായിരുന്നു. പിന്നെ രാജയുടെ പെർഫോമൻസ് അന്നും ഇന്നും പറയുന്നത് പെർഫെക്ഷൻ എന്ന് പറയുന്നൊരു സാധനം. അതിപ്പം ചുമ്മാ മൈക്ക് വന്നിട്ട് പെട്ടെന്ന് കയറി പാടുകയല്ലേ, മൈക്കൊക്കെ ചെക്ക് ചെയ്ത് വളരെ ഇതായിട്ട് നിന്ന് അത് അനുകരണമാണെങ്കിലും പാട്ടാണെങ്കിലും നല്ല കയ്യടി മേടിച്ചുകൊണ്ട് പോകുന്ന അന്നും ഇന്നും വേദിയിൽ വളരെ സജീവമായി ഒരുപാട് പ്രോഗ്രാം ചെയ്തു വരുന്ന ഒരാളാണ് രാജയെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ഇവിടെ വന്ന് പാടിയപ്പോഴും നമ്മൾ അതിശയിച്ചിരിക്കുന്ന വെച്ചാൽ ഈ സംഗതികളൊക്കെ എന്ന് വെച്ചാൽ ശ്രീമറാട്ടനൊക്കെ പാട്ട് പഠിച്ച് പാടുന്ന ഓരോ സംഗതികളാണ്. ഇതൊക്കെ എന്ത് വളരെ സിമ്പിളായിട്ട് എന്ന് രാജ ഇവിടെ എല്ലാവർക്കും വേണ്ടി എല്ലാ പാട്ടിലും സംഗതികളൊക്കെ വളരെ ഗംഭീരമാണ് രാജ പാടുന്നത്. എല്ലാം ദൈവാനുഗ്രഹം. പിന്നെ നമ്മൾ ഒരു വലിയ ആഗ്രഹമായിരുന്നു, പാട്ടുകാരനാകണമെന്ന് ആഗ്രഹിച്ച് പിന്നെ അത് മിമിക്രിയിലൂടെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തിനോട് എൻ്റെ കുടുംബത്തിനോട് ഞാൻ നന്ദി പറയുകയാണ്. രാജ വരുന്ന കാണുമ്പോഴേക്കും വളരെ സ്ലോയിൽ വന്ന് സംസാരിച്ച് അങ്ങനെയൊക്കെയാണ്, വളരെ ഒതുക്കവും വിനയമൊക്കെ ഉള്ള ആളാണ്. പക്ഷേ സ്റ്റേജിൽ രാജയുടെ പെർഫോമൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മടുക്കില്ല. എത്ര സമയം വേണമെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഒരു സിംഗർ ആണെങ്കിൽ അതിന് മുമ്പുള്ള അവരുടെ ടോക്ക്, അവരുടെ സംസാരം, ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് അത്രയും മനോഹരമായിട്ടാണ്. എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു നല്ല സുഹൃത്ത്. ഇത്രയും നല്ല സുഹൃത്തുക്കളെ കുറിച്ച് നമ്മളൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല, ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല. പിന്നെ ഒരുപാട് ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്താൽ കഴിയുന്ന പല കാര്യങ്ങളും നമ്മൾ വിളിച്ച് ചോദിക്കുകയും എങ്ങനെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. ഒരു ദിവസം എന്നെ വിളിച്ചു, ഇതും കൂടെ ഒരു രാവിലെ ഒരു 7-7 അതുകൊണ്ട് ഈ പ്രാക്ടീസ് ചെയ്തിട്ട് വിളിക്കണേനൊന്നും സമയമൊന്നും ഇല്ല കേട്ടോ. രാവിലെ ഒരു ദിവസം 7:30 വിളിച്ചിട്ട് ഉഷാർദി കുറച്ച് കടുക് താളിച്ചിട്ട് മുളകെടുത്ത് വെതിരിഞ്ഞ് ഞാനടുത്ത് ഈ പുള്ളി പാചകം പറയേണ്ട ആവശ്യം എന്തിരിക്കുന്നത്. ഞാൻ ചെന്തേട്ടാ കുറേ ഒന്ന് കേട്ടു നോക്കിക്കേ, കുറച്ച് കടുക് താളിച്ചിട്ട് മുളക് വലിച്ചിട്ടിട്ട് റവ എടുത്ത്. ഞാൻ ചെന്തേട്ടാ നമ്മുടെ കൈരളിയിൽ പാചകരംഗം ചെയ്യുന്ന നൗഷാദിന്റെ സൗണ്ട് പോലെ തോന്നുന്നില്ലേ? എന്നാല് അത് പറഞ്ഞിട്ട് ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കും. ഇത് 7:30 വിളിച്ചിട്ട് കുറച്ച് മുളക് താളിച്ചിട്ട് റവ എടുത്ത് ഇളക്കിയാൽ എങ്ങനെ ഉണ്ടാവും പറയുന്ന മറന്നിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അതെ അതെ അതെ. നിങ്ങളെ 3 പേരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു.
നിരവധി സിനിമുഹൂർത്തങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട കലാകാരൻ രാജാ സാഹിബിന് കോമഡി ഉത്സവത്തിന്റെ സ്നേഹാദരവ്. 3 പേരും കൂടി ചേർന്ന്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അടുത്തറിയാവുന്ന എത്രയോ നാൾ ഒരുമിച്ച് സ്റ്റേജിൽ കളിച്ച ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ ഫോർമാലിറ്റി ഇല്ല. പക്ഷേ നമുക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഉത്സവം കൊടിയിറക്കാം. അടുത്ത ഉത്സവത്തിന് കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ എവരിബഡി.